Good morning students, welcome to this video. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീഡിയോയില് പി എൻ ജംഗ്ഷന്റെ റിവേഴ്സ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. അതിൽ നമ്മൾ റിവേഴ്സ് ബയസിൽ പി എൻ ജംഗ്ഷനിലേക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് പഠിച്ചു. നമ്മളൊരു പി എൻ ജംഗ്ഷനിലേക്ക് റിവേഴ്സ് ബയസിൽ വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ if we continuously apply voltage to a PN junction in reverse bias condition? നമ്മുടെ റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ഒരു പി എൻ ജംഗ്ഷനിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ ദാറ്റ് പി എൻ ജംഗ്ഷൻ വിൽ ബ്രേക്ക് ഡൗൺ. ആ പി എൻ ജംഗ്ഷന് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ആ പി എൻ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആയി പോകും, കൊളാപ്സ് ആയി പോകും. ഓക്കെ, ഒരു പി എൻ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ sudden rise of reverse current will happen. ഇപ്പോൾ പി എൻ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ റിവേഴ്സ് കറണ്ട് സഡൻ ആയിട്ട് റൈസ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ആ ജംഗ്ഷന്റെ റെസിസ്റ്റൻസ് പെട്ടെന്ന് ഫോൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടെ പറയാം, വ്യക്തമായിട്ട് പറയാം. നമ്മളൊരു പി എൻ ജംഗ്ഷനിലേക്ക് റിവേഴ്സ് വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്താൽ, റിവേഴ്സ് വോൾട്ടേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പി എൻ ജംഗ്ഷനെ റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്തിട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിനാണ് ഈ റിവേഴ്സ് വോൾട്ടേജ് എന്ന് ഉദ്ദേശിച്ചത്. അതായത് റിവേഴ്സ് ബയസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, റിവേഴ്സ് ബയസ് എന്ന് പറയുമ്പോൾ പി എൻ ജംഗ്ഷന്റെ N side will connect to positive terminal of battery and P side is connected to negative terminal of battery. അതാണ് റിവേഴ്സ് ബയസ് എന്ന് പറയുന്നത്. റിവേഴ്സ് ബയസിൽ N സൈഡ് പോസിറ്റീവ് വോൾട്ടേജുമായിട്ടും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും P സൈഡ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ റിവേഴ്സ് വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ പി എൻ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആവും, അത് കൊളാപ്സ് ആവും. പി എൻ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആയിപ്പോ പി എൻ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ റിവേഴ്സ് കറണ്ട് സഡൻ ആയിട്ട് റൈസ് ചെയ്യും. ഓക്കെ, സഡൻ ആയിട്ട് റിവേഴ്സ് കറണ്ട് റൈസ് ചെയ്യും. എന്താണ് ഈ റിവേഴ്സ് കറണ്ട് എന്ന് നമുക്കറിയാം. പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയസിൽ കണക്ട് ചെയ്യുമ്പോൾ മെജോറിറ്റി കാരിയേഴ്സ് മൂലം അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവത്തില്ല. പകരം മൈനോറിറ്റി കാരിയേഴ്സ് ആണ് അവിടെ ജംഗ്ഷൻ ക്രോസ് ചെയ്യുന്നത്. ഈ മൈനോറിറ്റി കാരിയേഴ്സ് ജംഗ്ഷൻ ക്രോസ് ചെയ്യുന്നത് മൂലം അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഈ മൈനോറിറ്റി കാരിയേഴ്സ് എണ്ണത്തിൽ കുറവായോണ്ട് അങ്ങനെ ഉണ്ടാവുന്ന കറണ്ട് വളരെ ചെറിയ കറണ്ട് ആയിരിക്കും, സ്മോൾ ക്വാണ്ടിറ്റി കറണ്ട് ആയിരിക്കും. ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. കഴിഞ്ഞ വീഡിയോ പഠിച്ചു. പക്ഷെ ഈ കണ്ടിന്യൂസ് ആയിട്ട് റിവേഴ്സ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ ജംഗ്ഷൻ അങ്ങ് ബ്രേക്ക് ഡൗൺ ആയിപ്പോകും. ഓക്കെ, ആ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആയിപ്പോകും. ഓക്കെ, ഈ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അവിടെ റിവേഴ്സ് കറണ്ട് സഡൻ ആയിട്ട് റൈസ് ചെയ്യും. പെട്ടെന്ന് റിവേഴ്സ് കറണ്ട് കൂടും. റിവേഴ്സ് കറണ്ട് പെട്ടെന്ന് റൈസ് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ആ ജംഗ്ഷന്റെ റെസിസ്റ്റൻസ്, പി എൻ ജംഗ്ഷന്റെ റെസിസ്റ്റൻസ് പെട്ടെന്ന് ഡിക്രീസ് ചെയ്യും, പെട്ടെന്ന് ഫോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആദ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു പി എൻ ജംഗ്ഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റിവേഴ്സ് വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് ജംഗ്ഷൻ വിൽ ഹാപ്പൻ. ഓക്കെ, ജംഗ്ഷന്റെ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. Then occurs a sudden rise of reverse current. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് പെട്ടെന്ന് കൂടും. Also resistance of that junction will decrease. ആ ജംഗ്ഷന്റെ അല്ലെങ്കിൽ ആ ബാരിയറിന്റെ, ആ ഡിപ്ലീഷൻ റീജിയന്റെ റെസിസ്റ്റൻസും പെട്ടെന്ന് കുറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മള് ഒരു പി എൻ ജംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന റിവേഴ്സ് വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്താൽ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. പെട്ടെന്ന് റിവേഴ്സ് കറണ്ട് ഇൻക്രീസ് ചെയ്യും, ജംഗ്ഷൻ റെസിസ്റ്റൻസും പെട്ടെന്ന് കുറയും. ഓക്കെ, ദിസ് മേ ഡിസ്ട്രോയ് ജംഗ്ഷൻ പെർമനന്റ്ലി. ആ പി എൻ ജംഗ്ഷനെ
പെർമനന്റ് ആയിട്ട് ഡിസ്ട്രോ ചെയ്യും, നശിപ്പിക്കും. ആ പി എൻ ജംഗ്ഷനെ പെർമനന്റ് ആയിട്ട് കൊളാപ്സ് ചെയ്യിക്കും, നശിപ്പിക്കും. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത് വാട്ട് ഈസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നാണ്. വാട്ട് ഈസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്? എന്താണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന്റെ ഡെഫിനിഷൻ എന്താണ്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന്റെ ഡെഫിനിഷൻ ശ്രദ്ധിച്ചോ. If the reverse voltage applied to PN junction is increased, a point is reached when the junction break down and reverse current rises sharply. This critical value of voltage is known as breakdown voltage. അപ്പോൾ ഒരു പി എൻ ജംഗ്ഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റിവേഴ്സ് വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ, ഓക്കെ, ആ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആവുകയും റിവേഴ്സ് കറണ്ട് സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ, if we increase reverse voltage applied to PN junction, a point is reached when the junction breaks down and reverse current rises sharply. This critical value of voltage is known as breakdown voltage. നമ്മളിങ്ങനെ റിവേഴ്സ് വോൾട്ടേജ് കൂട്ടി വന്ന് ആ വോൾട്ടേജ് പ്രത്യേക പോയിന്റ് എത്തുമ്പോൾ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആവുകയും ജംഗ്ഷൻ കൊളാപ്സ് ആവുകയും റിവേഴ്സ് കറന്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കുന്ന ആ വോൾട്ടേജിന്റെ ആ പർട്ടിക്കുലർ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. റിവേഴ്സ് വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടിക്കൊണ്ടിരുന്നാൽ ഒരു പ്രത്യേക പോയിന്റിൽ എത്തുമ്പോൾ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആവുകയും അതേപോലെ തന്നെ റിവേഴ്സ് കറന്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ, ഇനി ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ, ജംഗ്ഷന്റെ ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഓഫേഴ്സ് സീറോ റെസിസ്റ്റൻസ്. ജംഗ്ഷൻ കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും, ഷാർപ്പായിട്ട് ഡിക്രീസ് ചെയ്യും. ഓക്കെ, ആ ജംഗ്ഷൻ ഏകദേശം സീറോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യും. യാതൊരു റെസിസ്റ്റൻസും ഇല്ലാത്തതാണ് സീറോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. കറണ്ട് സ്മൂത്ത് ആയിട്ട് ഒഴുകും. അപ്പോൾ ആ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ദാറ്റ് ജംഗ്ഷൻ വിൽ ഓഫർ സീറോ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമ്മള് ഒരു പി എൻ ജംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന റിവേഴ്സ് വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആവും, റിവേഴ്സ് കറന്റ് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും, ജംഗ്ഷൻ റെസിസ്റ്റൻസ് സീറോയിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് കൂട്ടി ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോഴാണ് ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതും റിവേഴ്സ് കറന്റ് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതും ജംഗ്ഷൻ റെസിസ്റ്റൻസ് സീറോ ആവുന്നതും. ആ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഓക്കെ, ഇനി ദ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിപെൻഡ്സ് ഓൺ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ. ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിപെൻഡ് ചെയ്യുന്നത് ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്തിനെയാണ്. ഈ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് which in turn depends on doping level. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിപെൻഡ് ചെയ്യുന്നത് ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്തിനെയാണ്. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ഡോപ്പിംഗ് ലെവലിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിപെൻഡ് ചെയ്യുന്നത് ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്തിനെയാണ്. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ഡോപ്പിങ്ങിനെയാണ് ഡിപെൻഡ് ചെയ്യുന്നത്. ഡോപ്പിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്തിനെ ആശ്രയിച്ചിരിക്കും, ഡിപെൻഡ് ചെയ്യും. ഡിപ്ലീഷൻ റീജിയൻ ഡോപ്പിങ്ങിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, ഇനി ഈ എന്തുകൊണ്ടാണ് ഈ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്? ഓക്കെ, അത് നമുക്കിനി പഠിക്കണം. ഓക്കെ, there are two processes which can cause breakdown. ഈ ബ്രേക്ക് ഡൗൺ സംഭവിക്കാൻ കാരണമാകുന്ന രണ്ട് പ്രോസസ് എന്ന് പറയുന്നത്, ഒന്ന് ഫസ്റ്റ് വൺ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ, രണ്ടാമത്തത് സെനർ ബ്രേക്ക് ഡൗൺ.
there are two processes which can cause breakdown. The first one is avalanche breakdown and the second one is Zener breakdown. അപ്പോൾ ഈ ജംഗ്ഷൻ ബ്രേക്ക് ഡൌണിന് കാരണമാകുന്ന രണ്ട് പ്രോസസ് എന്ന് പറയുന്നത് ഒന്ന് അവലാൻസ് ബ്രേക്ക് ഡൌണും രണ്ടാമത്തത് സെനർ ബ്രേക്ക് ഡൌണുമാണ്. അപ്പോൾ നമ്മള് റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ജംഗ്ഷൻ ബ്രേക്ക് ഡൌൺ ആവും. ജംഗ്ഷൻ ബ്രേക്ക് ഡൌൺ ആയി കഴിഞ്ഞാൽ റിവേഴ്സ് വോൾട്ടേജ് വിൽ ഇൻക്രീസ് ഷാർപ്ലി. ഓൾസോ ജംഗ്ഷൻ റെസിസ്റ്റൻസ് മേ കം ടു സീറോ. അപ്പോൾ പി എൻ ജംഗ്ഷന് ബ്രേക്ക് ഡൌൺ സംഭവിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് കറണ്ട് ഷാർപ്പായിട്ട് കൂടും, ജംഗ്ഷൻ റെസിസ്റ്റൻസ് സീറോ ആകും. ആ വോൾട്ടേജ് വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഡൌൺ വോൾട്ടേജ്. ഓക്കെ, ഇനി ബ്രേക്ക് ഡൌൺ സംഭവിക്കാൻ കാരണമാകുന്ന രണ്ട് പ്രോസസ് എന്ന് പറയുന്നത് ഒന്ന് അവലാൻച്ച് ബ്രേക്ക് ഡൌണും രണ്ടാമത്തത് സെനർ ബ്രേക്ക് ഡൌണുമാണ്. ഓക്കെ, there are two processes which can cause a breakdown is avalanche breakdown and second one is Zener breakdown. ഇത് രണ്ടും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ നമുക്ക് പഠിക്കാം. ഓക്കെ.